നാൻസി റാണി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന് അഹാന കൃഷ്ണ സഹകരിക്കുന്നില്ല എന്ന അന്തരിച്ച സംവിധായകൻ മനു ജെയിംസിന്റെ ഭാര്യ നയനയുടെ വാദത്തിന് മറുപടിയുമായി അഹാന കൃഷ്ണ. സംവിധായകന്റെ മരണശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ തിയേറ്ററിലെത്താൻ തയ്യാറെടുക്കുകയാണ്. വളരെയേറെ ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയ ചിത്രമാണ് നാൻസി റാണി. താൻ നേരിടേണ്ടി വന്ന മോശം സാഹചര്യങ്ങളെക്കുറിച്ച് അഹാന ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അക്കമിട്ട് നിരത്തി. സംവിധായകന്റെ അമിത മദ്യപാനവും താൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് നടത്തിയ ദുഷ്പ്രചരണവും അഹാനയുടെ പോസ്റ്റിൽ ഉൾപ്പെടുന്നു. അഹാനയുടെ പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: സംവിധായകന്റെ പരിചയക്കുറവ് 2020 ഫെബ്രുവരി മാസത്തിൽ ഷൂട്ടിംഗ് തുടങ്ങിയ വേളയിൽ തന്നെ പ്രകടമായിരുന്നു. അനുഭവ സമ്പത്തുള്ള ഒരു അസിസ്റ്റന്റിനെയോ പ്രൊഡക്ഷൻ കൺട്രോളറെയോ ഉൾപ്പെടുത്താൻ അഹാന നിർദ്ദേശിച്ചുവെങ്കിലും സംവിധായകൻ മനു ജെയിംസ് ചെവികൊണ്ടില്ല. പലപ്പോഴും സംവിധായകരും കൂട്ടരും കാരവാനിൽ മദ്യപാന പാർട്ടി കഴിഞ്ഞു വരുന്നതുവരെ താനും മറ്റു ക്രൂ അംഗങ്ങളും കാത്തിരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഷെഡ്യൂൾ പ്രകാരം ഷൂട്ടിംഗ് നടന്നിരുന്നില്ല. ഷൂട്ടിംഗ് എപ്പോൾ തുടങ്ങണം, എപ്പോൾ തീർക്കണമെന്ന കാര്യത്തെക്കുറിച്ച് സംവിധായകൻ ബോധവാനായിരുന്നില്ല. ഷൂട്ടിംഗ് വേളയിൽ ആർക്കും ഒന്നിലും വ്യക്തതയില്ല എന്ന നിലയിൽ എത്തിച്ചേർന്നു. 2021 ഡിസംബറിൽ അവസാനമായി ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത ഷെഡ്യൂൾ എപ്പോഴാണെന്ന കാര്യത്തിൽ പോലും തനിക്ക് വ്യക്തത ലഭിച്ചില്ല. എന്നാൽ പിന്നീട് കണ്ടത് ഒരു വനിതാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വേണമെന്ന അവരുടെ പരസ്യമായിരുന്നു. അഹാനയുടെ ഭാഗങ്ങൾ ഡബ്ബ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്. ഇക്കാര്യം അഹാനയെ അറിയിക്കുക പോലും ചെയ്തില്ല. മനുവിനെയും ഭാര്യ നയനിയെയും ഇക്കാര്യം പറഞ്ഞുകൊണ്ട് താൻ ബന്ധപ്പെട്ടിരുന്നു. ഇത് പരാജയപ്പെട്ടതും 2022 മാർച്ചിൽ അഹാനയോട് ഡബ്ബ് ചെയ്യണമെന്ന ആവശ്യവുമായി സംവിധായകൻ മുന്നോട്ടു വന്നു. വളരെ പ്രൊഫഷണൽ സിനിമകളിൽ അഭിനയിച്ച തനിക്ക് ഈ സിനിമയിൽ നേരിടേണ്ടതായി വന്നത് മോശം സാഹചര്യങ്ങളായിരുന്നുവെന്നും അഹാന പറയുന്നു. തൊട്ടടുത്ത മാസം അഹാന ഡബ്ബ് ചെയ്യണമെന്ന ആവശ്യവുമായി നൈന അമ്മ സിന്ധു കൃഷ്ണയെ ബന്ധപ്പെട്ടു. മനുവിന്റെ മദ്യപാനവും മറ്റു പ്രശ്നങ്ങളും മകൾ തരണം ചെയ്യേണ്ടതായി വന്ന വിവരം സിന്ധു കൃഷ്ണ പറഞ്ഞതും അഹാന മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് സംവിധായകന്റെ ഭാര്യ ആരോപണം ഉന്നയിച്ചുവത്രേ. പിന്നീട് 8-9 മാസങ്ങൾ മനുവുമായോ നയനയുമായോ തനിക്ക് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അഹാന പറയുന്നു. എന്നാൽ ഇതേ വർഷം ഡിസംബറിൽ അഹാന സെറ്റിൽ വൈകി വരുമെന്നും പ്രശ്നക്കാരിയെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുമെന്നും അറിയപ്പെടുന്ന മറ്റൊരു നടിയോട് സംവിധായകനും ഭാര്യയും പറയുന്നു. 2013 ജനുവരിയിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റായ സംഗീത ജനചന്ദ്രനും ഇത്തരമൊരു വിഷയം സംവിധായകനും ഭാര്യയും പ്രചരിപ്പിച്ചതായി അഹാനയോട് പറയുന്നു. സിനിമ പ്രൊമോട്ട് ചെയ്യാൻ അവർ സംഗീതയെ സമീപിച്ച വേളയിലായിരുന്നുവത്രേ ഇങ്ങനെയൊരു കുറ്റാരോപണം അഹാനയുടെ മേൽ കെട്ടിവെച്ചത്. ഇക്കാര്യം സംവിധായകനുമായി സംസാരിച്ചപ്പോൾ അതൊരു കള്ളപ്രചരണമെന്ന് സമ്മതിച്ചുവെന്നും ഫോൺ റെക്കോർഡിംഗുകൾ തന്റെ പക്കൽ ഉണ്ടെന്നും അഹാന കൃഷ്ണ. 20 ദിവസങ്ങൾക്കകം സംവിധായകൻ മരണപ്പെട്ടു. തന്റെ ചില രംഗങ്ങൾ പോലും മറ്റാരെയോ വെച്ച് ഷൂട്ട് ചെയ്തു എന്നും അഹാന പറയുന്നു. താൻ ഷൂട്ട് ചെയ്യാത്ത രംഗങ്ങൾ സിനിമയിൽ ഉള്ളതായി ഛായാഗ്രാഹകനും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുവത്രേ. എന്നിട്ടും സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്യാൻ താൻ 2 പ്രമുഖ താരങ്ങളുമായി സംവദിച്ചിരുന്നു. തനിക്കും കുടുംബത്തിനും മാസങ്ങൾ നീണ്ട മനോവ്രതം സമ്മാനിച്ചവരാണ് സംവിധായകനും ഭാര്യയുമെന്ന് അഹാന പറയുന്നു. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയേണ്ട എന്ന് കരുതിയെങ്കിലും ഇതേ സിനിമയുടെ ഭാഗമായ ചിലർക്ക് സമാന രീതിയിലെ മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ താൻ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അഹാന കൃഷ്ണ കൂട്ടിച്ചേർത്തു.